ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഒരു രൂപീകരണം തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് അവരനുഭവിച്ച പ്രശ്നങ്ങളുടെ പുറത്തുകൂടിയാണ് ഞങ്ങൾ കൂടിച്ചേരാൻ തീരുമാനിച്ചത് എന്നുള്ളതും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിലേക്ക് ഞങ്ങൾ ശക്തമായി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തീരുമാനവും ഒക്കെ സത്യത്തില് പിന്നെ കേരളത്തിലെ മറ്റു സാധാരണ ജനങ്ങൾക്കുള്ളത് തന്നെ പിന്നെ കേരളത്തിലെ സംസ്ഥാനങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ സാങ്കേതിക പ്രശ്നമുണ്ട്. ടെലിഫോൺ ലൈനിൽ വീണ്ടും വിളിക്കാം. വിധു, നന്ദി പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് റഹീം, വളരെ നിർണായകമായ 13 മണിക്കൂർ ചോദ്യം ചെയ്യൽ, അതിനുശേഷം പിന്നെ ഒരു വലിയ ഇടവേള, അതിൻ്റെ ആ ഘട്ടത്തിൽ കേൾക്കേണ്ടി വന്ന വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ, അതെല്ലാം ഇന്നിപ്പോൾ നാടകീയമായി മറ്റൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇത്ര ആർജവത്തോടെ ഈ സർക്കാർ പ്രവർത്തിക്കുമെന്നൊക്കെ വേണമെങ്കിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. എന്ത് തോന്നുന്നു? അഭിമാനവും അതോടൊപ്പം തന്നെ വലിയ ആവേശവും തോന്നുന്ന ദിവസമാണിത്. കാരണം പണത്തിന് മീതെ പരുന്ത് പറന്നു തുടങ്ങിയിരിക്കുന്നതാണ്. പണത്തിന് മീതെ പരുന്ത് പറക്കില്ലായിരുന്നു, ആ പരുന്ത് പറന്നു തുടങ്ങി. മറ്റൊന്ന്, കേരളത്തിലെ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം ഇന്നത്തെ ഒരു ദിവസം എത്ര വലിയ സന്ദേശമാണ് കൊടുത്തത്. രണ്ട്, എല്ലാ തരത്തിലുള്ള മാഫിയാവൽക്കരണത്തിനുമെതിരായിട്ടുള്ള കടുത്ത സന്ദേശമാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് കൊടുത്തത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുത്തത്. ഒരൊറ്റ അറസ്റ്റ്, ഒരു നടിക്ക് കിട്ടുന്ന നീതിയും അതിന് തുടർന്ന് നടക്കുന്ന നിയമ പോരാട്ടങ്ങളും മാത്രമല്ല, ഈ നടിക്ക് കിട്ടുന്ന നീതി മാത്രമല്ല, ഇതിലൂടെ കൊടുക്കുന്നത് ഒരുപാട് സന്ദേശമാണ്. ഏത് പൊന്നുതമ്പുരാൻ്റെ കയ്യിലും ഇണങ്ങും ഏത് കൈവിലങ്ങ് എന്ന സന്ദേശമാണ് കൊടുത്തത്. ഒരു മാഫിയയും വെച്ച് പൊറുപ്പിക്കില്ല എന്ന സന്ദേശമാണ് കൊടുത്തത്. എല്ലാ മാഫിയക്കാർക്കും എതിരായിട്ടുള്ള വളരെ കൃത്യമായ കർശനമായ സർക്കാരിൻ്റെ സന്ദേശമാണ് ഇന്നത്തെ വൈകുന്നേരം കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തത് യാതൊരു സംശയവും വേണ്ട കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ, ഏറ്റവും പ്രത്യേകിച്ച് പറഞ്ഞാൽ പോലീസ് സേനയ്ക്ക് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ആർജവമേറിയ നിലപാട്, അതിലാർക്കാണ് സംശയം? ആ നിലപാടാണ് ഇന്ന് പ്രാവർത്തികമായത്. എത്രയോ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, എത്രയോ നിഴൽ കൊണ്ടുള്ള ഓട്ടയടക്കലുണ്ടായിരുന്നു, യുദ്ധം ചെയ്യലുണ്ടായിരുന്നു, എല്ലാം പോയില്ലേ? എന്തായിരുന്നു? ഒരുപാട് പർവ്വതീകരിച്ച് എത്രയോ ആരോപണങ്ങൾ കെട്ടിപ്പൊക്കിയിരുന്നു. പക്ഷേ ശരിയായ ട്രാക്കിലായിരുന്നു. ഞാൻ മുമ്പൊരിക്കലും ഈ ചർച്ചയിൽ പറഞ്ഞു, നമ്മൾ നമ്മുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴും ഈ അന്വേഷണ സംഘവും പോലീസും ഇതിൻ്റെ കുറ്റവാളികളുടെ പിറകെ യാത്ര തുടരുകയായിരുന്നു. ആ യാത്രയിൽ അവർ വിജയിച്ചിരിക്കുന്നു. ഇത് കേരളത്തിൻ്റെ വിജയമാണ്. കേരളത്തിലെ ആത്മാഭിമാനം അവശേഷിക്കുന്ന ഓരോ മലയാളിയുടെയും വിജയ നിമിഷമാണ്. ആ വിജയ നിമിഷം എഴുതി ചേർത്തത്, ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇപ്പോൾ LDF വരും, എല്ലാം ശരിയാകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാം ശരിയാകുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായി ഇതിനെ കാണുകയാണ്. ഇതൊരു വലിയ സന്ദേശമാണ്. ഇന്ത്യയിൽ തന്നെ ഇതുപോലെയുള്ള മാഫിയാവൽക്കരണം അതെല്ലാം തന്നെ ഒരു ഘട്ടമെത്തുമ്പോൾ തേഞ്ഞുമാഞ്ഞു പോവുകയായിരുന്നു. ഈ കേസിൽ തന്നെ യഥാർത്ഥത്തിൽ 120B എന്ന ഭാഗം മാത്രമാണ് ഇനി അന്വേഷിക്കാനുള്ളത്. യഥാർത്ഥ പ്രതിയെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ആ അറസ്റ്റ് രേഖപ്പെടുത്തി, അയാൾ ജയിലിലായി, കൂട്ടാളികൾ ജയിലിലായി. മാധ്യമശ്രദ്ധയും മുഖ്യധാരാ ശ്രദ്ധകളെല്ലാം തന്നെ, ചർച്ചകളും അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. വേണമെങ്കിൽ തടിയൂരാമായിരുന്നു, രക്ഷിക്കാമായിരുന്നു, ഒന്ന് കണ്ണടയ്ക്കാമായിരുന്നു, പക്ഷേ കണ്ണടച്ചിട്ടില്ല. അതൊരു നല്ല സൂചനയാണ്. എന്നേക്കും ഇങ്ങനെയാകണം. ഇപ്പോൾ നമ്മുടെ പോലീസ്, ഇപ്പോൾ വേറൊരു കാര്യം, കേരള പോലീസ് മികവ് പുലർത്തുന്ന പോലീസാണ്, എന്തിനും ശേഷിയുള്ള പോലീസാണ്. പക്ഷേ ആ പോലീസിന് നല്ലൊരു ബാക്കപ്പാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വരുന്ന വാർത്ത ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാർത്തയാണ്. അദ്ദേഹം മുൻപ് പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ കൂടിയാണ്. ഇപ്പോൾ ഈ ചാനലിൽ കാണുന്ന ഫ്ലാഷ് ഇത് പോലീസ് സേനയുടെ പ്രത്യേകമായ ഒരു കഴിവല്ലാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാനത് അടുത്തതായി ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തല ഒന്നാമതായി പറഞ്ഞത് ഗൂഢാലോചനയില്ല എന്ന് ആദ്യം പറഞ്ഞതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാണ്. അല്ല, അത് മുഖ്യമന്ത്രി അത് മാത്രമല്ലല്ലോ പറഞ്ഞത്, പിന്നീടും പറഞ്ഞു, യാതൊരു സംശയവുമില്ല. പിന്നീടും പറഞ്ഞു. ആ പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. അന്ന് പറഞ്ഞത് ഒരു പ്രത്യേകമായ കോണ്ടക്സ്റ്റിലായിരുന്നു. അന്ന് ചില വെറുതെ അടിസ്ഥാനരഹിതമായ കുറേ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ആ വാർത്തകളോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അതിലൊക്കെ എന്തിരിക്കുന്നു? അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ. ഒരു ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ നിൽക്കുന്നിടത്ത് നിൽക്കുന്നത് തന്നെയാണല്ലോ പോലീസ് എന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അദ്ദേഹം ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നിടത്തും ഇംഗിതത്തിനനുസരിച്ചും പോലീസ് തന്നെ നിന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പോയി ഈ കയ്യാമം വെച്ചതും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ആ കസേരയിലിരിക്കുന്നയാളിൻ്റെയും ഇംഗിതത്തിന് അനുസരിച്ചിട്ടാണെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറയണ്ടേ? അല്പമെങ്കിലും നാണമുണ്ടോ? ഈ അവിടെ നോക്കുക, അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, ഈ ചാനൽ തന്നെ കാണുന്നു, അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ പോലീസിന്, ഗവൺമെൻറ്റിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര ഇപ്പോൾ പ്രതികരിച്ചില്ലേ? അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിൻ്റെ, അദ്ദേഹം ഇറങ്ങിപ്പോയതിൻ്റെ ചൂട് മാറിയില്ല ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ. അദ്ദേഹം പറയാണ് പോലീസ് സേനയ്ക്ക് പ്രത്യേകമായി ഒന്നുമില്ല. ഒരു 2 വരി നല്ല വാക്ക് പറഞ്ഞാൽ എന്താ മാനം ഇടിഞ്ഞു വീഴും? കോളറിൻ്റെ എന്തെങ്കിലും കതറം ഒഴുങ്ങിപ്പോവോ?
അപ്പോൾ ഇത് ശരിയല്ല, സങ്കുചിതമായ രാഷ്ട്രീയ മനസ്സാണ്. ഇത് കേരളം ഒരുമിച്ച്, ഇത് കേരളത്തിൻ്റെ നേട്ടമാണ്. കേരളം കൊടുക്കുന്ന ഒരു മെസ്സേജാണ്, ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ പെൺകുട്ടികൾ, സഹോദരങ്ങൾ എല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സർക്കാർ കൊടുക്കുന്ന സന്ദേശമാണ്. ആ സന്ദേശത്തെ അതുപോലെ കാണാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുന്നത് ശരിയല്ല, അതും വിമർശിക്കപ്പെടണം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, റഹീം, വിധു പ്രതികരിച്ചത് കണ്ടല്ലോ. അപ്പോൾ വിധു പറഞ്ഞ ഒരു ഉത്കണ്ഠയുണ്ട്. ഇതിപ്പോൾ 120B അത് ഈ ഘട്ടത്തിൽ ഒരാളെ പിടിച്ചിരിക്കുന്നു, പ്രബലിനെ തന്നെ പിടിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയുള്ള നിയമ നടപടികളിൽ രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതാണ് നമ്മുടെ മുൻ അനുഭവമെന്ന്. അത്തരമൊരു ഉത്കണ്ഠയ്ക്ക് അല്ല ശ്രീ വേണു, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേസ് ട്രയൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നടന്ന കുറ്റകൃത്യങ്ങൾ ശരിയായ പ്രതികൾ രക്ഷപ്പെട്ടു പോകാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സംവിധാനമായ അന്വേഷണ ഏജൻസിയാണ് CBI. ഉണ്ണിത്താൻ കേസ് എന്തായി? വിട്ടുപോയില്ലേ? കേസുകളുണ്ട്. ഹാപ്പി രാജേഷ് വധക്കേസ് ഇതെല്ലാം CBI അന്വേഷിച്ചതാണ്, CBI അന്വേഷിച്ച് കൊടുത്തതാണ്. അതിനേക്കാൾ കൂടി ഒരു പരമോന്നത സംവിധാനമില്ല. അതെല്ലാം രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വിധു പ്രകടിപ്പിച്ചത് ഇപ്പോൾ അത് പ്രകടിപ്പിക്കരുതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ അങ്ങനെ പറഞ്ഞു പോകാനാകില്ലല്ലോ. മഴ പെയ്തേക്കും അല്ലെങ്കിൽ എന്ത് കരുതി ഇപ്പോഴേ കുട ചൂടിപ്പോകേണ്ട കാര്യമില്ലല്ലോ. ശരി, അഡ്വക്കേറ്റ് രാജകുമാർ, ഈ സംഭവം 2-3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ലേ? ഒന്ന്, വളരെ പ്രബലരാണ്, അവർക്ക് രാഷ്ട്രീയ ഭരണതലങ്ങളിൽ സ്വാധീനമുണ്ട് എന്നിനി മലയാളി അങ്ങനെ ചിന്തിക്കുമോ? അങ്ങനെയല്ല, കുഴപ്പക്കാരനാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനത്തിൻ്റെയും പിന്തുണ ഉണ്ടാകില്ല എന്ന സന്ദേശം ഇത് നൽകുന്നില്ലേ? പിന്നെ പോലീസിനെ സംബന്ധിച്ച് റഹീം ചൂണ്ടിക്കാട്ടിയതുപോലെ അവരുടെ ആത്മവീര്യം വല്ലാതെ ഉയർന്നിരിക്കുന്നു. അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിശ്വാസ്യതയുണ്ട്, അതിൻ്റെ പിൻബലമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? 3, മാഫിയാവൽക്കരണം. ഈ വ്യക്തി ഇല്ലാതിരുന്നാലും, ഈ വ്യക്തിയല്ലല്ലോ മാഫിയയെ കണ്ടെത്തിയത്. അപ്പോൾ ഈ മാഫിയാവൽക്കരണം മറ്റു രൂപങ്ങളിൽ ഉണ്ടാകാം. അവർക്കൊരു വലിയ താക്കീത്, ഇനി ആ വഴിക്ക് പോയാൽ ദാ ഈ വഴി തന്നെയാണ് ഈ സർക്കാർ അവർക്ക് കാട്ടിത്തരിക എന്ന്. അങ്ങനെ ഒരു വലിയ സന്ദേശം പല തലങ്ങളിൽ ഇത് നൽകുന്നില്ലേ? തീർച്ചയായും വളരെ നല്ല ഒരു സന്ദേശം ഈ സംഭവം, ഈ അറസ്റ്റ് മലയാളി സമൂഹത്തിന് നൽകുന്നുണ്ട്. ആദ്യം വീണു ചോദിച്ച ചോദ്യം, ഇതിൽ ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ ഇവർ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? ആ സാധ്യത ഒരു ചെറിയ ശതമാനം നിലനിൽക്കുന്നുണ്ട്. കാരണം ഹാപ്പി രാജേഷ് വധത്തിൽ, ഉണ്ണിത്താൻ കേസിൽ സംഭവിച്ചത് 16 ലിങ്കിങ് എവിഡൻസ്, 18 സാക്ഷികൾ, 18 സാക്ഷികളും കൂറുമാറി. കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രോസിക്യൂഷനാണ്. ഈ കേസിൽ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രോസിക്യൂഷൻ ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം കേരള സർക്കാരിൻ്റെ അതിൻ്റെ ആത്മവീര്യത്തെ വെല്ലുവിളികൾ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ഇത് കയ്യയച്ച ഒരു പ്രോസിക്യൂഷന് കൊടുക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കും. പക്ഷേ അഡ്വക്കേറ്റ് രാജകുമാർ, ഈ സാക്ഷികൾ കൂറുമാറുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ്റെ ബലമോ ദൗർബല്യമോ കാട്ടുന്നതല്ല. ഇപ്പോൾ ശക്തമായി പ്രോസിക്യൂഷന് വേണ്ടി മൊഴി കൊടുത്ത ആളുകളാണ് പിന്നീട് മൊഴി മാറ്റിയത്. ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ CBI കോടതിയോട് ചോദിച്ചത്, ഇവരുടെ ഈ ആദ്യത്തെ അനുകൂലമായി തന്ന മൊഴിയുണ്ടല്ലോ, അതിൻ്റെ ഒരു തെളിവ് മൂല്യം നൽകാമോ എന്ന് ചോദിച്ചു. കോടതി ഓടിച്ചു. അങ്ങനെ തെളിവ് മൂല്യം ഇല്ല എന്ന് പറഞ്ഞു. അതിന് അപ്രൂവറായി, കൂറുമാറിയെങ്കിൽ പിന്നെ കൂറുമാറി. പിന്നെ നിങ്ങളുടെ ഈ സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവും പൊരുത്തക്കേടാണ്. അവിടെ 7 പ്രതികളാണ് രക്ഷപ്പെടുന്നത്. വേണു, അക്കാര്യത്തിൽ ഞാൻ തന്നെ നടത്തിയിട്ടുള്ള 2 കേസുകളിൽ ആ പ്രോസിക്യൂഷൻ ചോദിച്ചത്, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ അറിവില്ലായ്മയാണ് അതുണ്ടായത്. അത് നിങ്ങൾ അപ്പീലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മരുത്തപ്പെടും. ഈ ഹാപ്പി രാജേഷ് കാരണം അപ്രൂവറായവൻ പറയുന്നതിന് ഇന്ത്യൻ നിയമം, ഞാനിപ്പോൾ ആ വകുപ്പ് നോക്കുന്ന എനിക്ക് ഓർക്കാണെങ്കിൽ അത് ഒരു പീസ് ഓഫ് എവിഡൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. സാധാരണ 90 പ്രത്യേക CBI കോടതി തള്ളി, ഈ പ്രോസിക്യൂഷൻ തള്ളി. ഇനി അതിനായിട്ട് മുകളിലത്തെ കോടതികളിലേക്ക് പോകാമല്ലോ. അത് പറഞ്ഞത് അപ്രൂവർ ആയാൽ 2 കാര്യങ്ങളാണ് അയാൾക്ക് ഉള്ളത്. അയാൾക്കൊരു കൺസെഷൻ കൊടുക്കണം, അത് പ്രതിസ്ഥാനത്ത് നിന്ന് മാറി സാക്ഷിയാവാൻ. അയാൾ വന്നു കഴിഞ്ഞാൽ അത് 306 അനുസരിച്ച് കമ്മിറ്റൽ കോടതിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 307 അനുസരിച്ച് അതേ കോടതിക്ക് തന്നെ വിചാരണ കോടതിക്ക് കൊടുക്കാം. ഇയാൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇയാളെ പ്രതിസ്ഥാനത്താക്കി വേറൊരു ട്രയൽ നടത്തും. പക്ഷേ ഇയാൾ പറയുന്ന മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി, ഇയാൾ എൻ്റെ മുമ്പിൽ ഈ മൊഴി പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരു എവിഡൻസ് ഉണ്ടല്ലോ, ആ എവിഡൻസ് ഓൺ റെക്കോർഡാണ് എന്ന് വിധിച്ച സുപ്രീം കോടതി വിധികളുണ്ട്. അതുകൊണ്ട് ഹാപ്പി രാജേഷ് വധത്തിൽ ഇപ്പോൾ രക്ഷപ്പെട്ടു പോയെന്ന് ഒരു അടഞ്ഞ അധ്യായമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ കേരളം മുഴുവൻ ഉത്കണ്ഠയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന
വാർത്താ കേന്ദ്രം എന്നത് ആലുവ പോലീസ് ക്ലബ്ബാണ്. ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്ന് വീണ്ടും ബിനിൽ എന്താണ് ഇവിടെ ഈ പോലീസ് വിന്യാസത്തിന്റെ കാരണം? ബിന്നിലേക്ക് വരാം. ബിന്നിൽ പുതിയ വിവരങ്ങൾ നൽകും. അഡ്വക്കേറ്റ് അജയകുമാർ, ഈ പോലീസിനെ സംബന്ധിച്ചിനി ഈ സുനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി നിൽക്കുന്നത് എന്നാണോ താങ്കൾ കരുതുന്നത്? അതുകൊണ്ട് തന്നെ സുനി നാളെയും മാറാം. ആളൂരാണ് സുനിക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് അത്തരം നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് കരുതാമോ? രണ്ട് കാര്യങ്ങളാണ് അതിൽ നിയമപരമായി ഉള്ളത്. അയാളുടെ കൺഫെഷനിൽ അയാൾ കൊട്ടേഷൻ ഏറ്റെടുത്താണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലെ പ്രതികൾ ജയിലിലേക്ക് തന്നെ പോകും. വേറൊരു തെളിവും വേണ്ട. സെക്ഷൻ 30 അനുസരിച്ച് കൺഫെഷൻ ഓഫ് ദ കോ അക്യൂസ്ഡ് ഈസ് ഈക്വലി ആപ്ലിക്കബിൾ ടു ദ അതർ അക്യൂസ്ഡ്. 10 കൊല്ലം മിനിമം. ഇത് ജീവപര്യന്തമല്ലേ? 376 ചാർജ് ചെയ്തിട്ടുണ്ട്. ജീവപര്യന്തത്തിലേക്കാണ് പോകുന്നത്. ജീവപര്യന്തത്തിൽ കുറച്ചൊരു ശിക്ഷ കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ? സുപ്രീം കോടതിയിൽ ഇയാളുടെ ഒരു സെക്കൻഡ് സാർ. ബിനിൽ, എന്താണ് ആലുവ പോലീസ് ക്ലബ്ബിൽ ഈ പോലീസ് വിന്യാസം ശക്തമാക്കിയതിന്റെ കാരണം? എന്താണ് പുതിയ വിവരങ്ങൾ? ആലുവ പോലീസ് ക്ലബിലേക്ക് ദിലീപിനെ എത്തിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇവിടെ പോലീസ് വിന്യാസം ശക്തമാക്കിയത്. തുടക്കത്തിൽ AR ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരെ പോലീസ് ക്ലബിന് മുന്നിൽ എത്തിച്ചു. അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തി. തൊട്ടു പിന്നാലെയാണ് എറണാകുളം റൂറൽ SP AV ജോർജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ദിലീപുമായി രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിയത്. ഇപ്പോൾ ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ വെച്ച് എറണാകുളം റൂറൽ SP AV ജോർജിന്റെയും ക്രൈംബ്രാഞ്ച് SP KS സുദർശന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ പെരുമ്പാവൂർ CI ബൈജു പൗലോസിന്റെയും നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ പ്രതിയെ കോടതി മുമ്പാകെ റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ നടന്നു വരുന്നത്. ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾക്ക് വേണ്ടി പ്രത്യേക പോലീസ് വാൻ അടക്കമുള്ളവ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ പോലീസ് അറിയിച്ചത് ഇന്ന് തന്നെ ദിലീപിനെ മജിസ്ട്രേറ്റ് മുന്നാകെ ഹാജരാക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ ഹാജരാക്കുമോ അതോ നാളത്തേക്ക് മാറ്റുമോ എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇപ്പോൾ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ച വിവരം അറിഞ്ഞ് ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആലുവ പോലീസ് ക്ലബിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. DYSPയുടെ നേതൃത്വത്തിൽ തന്നെ കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DYFIയുടെ ആഹ്ലാദ പ്രകടനം അല്പം മുമ്പ് ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തി. ഇതിന് തൊട്ടു മുമ്പായി തന്നെ ഇവിടെ തടിച്ചുകൂടിയ നാട്ടുകാർ പോലീസിന് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. കേസിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് DYFIയുടെ മാർച്ച് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ ശക്തമായ പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബിനിൽ, നാദിർ ഷായെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും ഇടയ്ക്ക് വന്നിരുന്നു. അതിന്റെ പുരോഗതി അറിയാൻ കഴിയുന്നുണ്ടോ? നാദിർ ഷായും ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ദിലീപിന്റെ ഉച്ച ചങ്ങാതിയാണ് നാദിർ ഷാ. നാദിർ ഷായാണ് പൾസർ സുനി ജയിലിൽ നിന്ന് ഫോണിൽ വിളിച്ച ഒരാൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, പൾസർ സുനി ഈ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും പോലീസ് രേഖപ്പെടുത്തി മിനിറ്റുകൾക്കകം മാതൃഭൂമി ന്യൂസ് മാത്രമായിരുന്നു ജയിലിനുള്ളിലേക്ക് ഫോൺ എത്തിച്ചതെന്ന് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലായിരുന്നു. കാരണം ഇവരെ വിളിച്ചതിന് ശേഷം ഈ ഫോൺ ഈ പൾസർ സുനി തന്നെ ജയിലിന് പുറത്തേക്ക് ഈ ജയിലിൽ നിന്ന് മോചിതനായി പോയ മറ്റൊരു തടവുകാരൻ കൈവശം കൊടുത്തുവിടുകയും ചെയ്തിരുന്നു. പൾസർ സുനിക്ക് ഈ ജയിലിനുള്ളിൽ ഫോൺ എത്തിച്ചതുകൊണ്ട് ഉദ്ദേശം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും അതോടൊപ്പം തന്നെ നാദിർ ഷായെയും വിളിച്ച് പണം ആവശ്യപ്പെടുക എന്ന കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ ജയിലിലെ തന്റെ സെല്ലിലുണ്ടായിരുന്ന മറ്റ് 2 തടവുകാർക്ക് വീടുകളിലേക്ക് വിളിക്കുന്നതിനും വേണ്ടി പൾസർ സുനി ഈ ഫോൺ നൽകിയിരുന്നു. അത്തരത്തിൽ കൃത്യമായ ചില സൂചനകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നാദിർ ഷായിലേക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാദിർ ഷായെ ചോദ്യം ചെയ്തു വരുന്നത്. നാദിർ ഷാ ഈ ദിലീപുമായി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി, താൻ ഈ ജയിലിൽ നിന്ന് തനിക്ക് ഫോൺ കോൾ വന്ന വിവരം ദിലീപിനെ ഉടനൊന്നും അറിയിച്ചില്ല, പിന്നീടാണ് താൻ അറിയിച്ചത്, അതുകൊണ്ടാണ് ഈ പരാതി വൈകിയത് എന്ന നിലപാടായിരുന്നു നാദിർ ഷാ സ്വീകരിച്ചിരുന്നത്. എന്നാൽ അത് പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. കാരണം ഇവർ ഉച്ച ചങ്ങാതിമാരാണ്. ഇത്തരത്തിൽ പ്രത്യേകിച്ച് ജയിലിനുള്ളിൽ നിന്ന് പൾസർ സുനി എന്ന വ്യക്തിയുടെ ഒരു കോൾ വന്നാൽ അത് കൃത്യമായി, പ്രത്യേകിച്ച് ഈ കേസിന്റെ എല്ലാ സാഹചര്യങ്ങളും അറിയാവുന്ന
നാദിർ ഷാ അത് കൃത്യമായി ദിലീപിനെ അറിയിക്കുമായിരുന്നു എന്ന കാര്യം അന്വേഷണ സംഘത്തിന് ഉറപ്പായിരുന്നു. എന്നാൽ അതിന് വ്യത്യസ്തമായ ഒരു മറുപടിയാണ് നാദിർ ഷയുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നാദിർ ഷയെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. നാദിർ ഷയെ മാത്രമല്ല, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അടുപ്പക്കാരായ ചിലരെ വരും ദിവസങ്ങളിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. അവർക്ക് ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവരിലേക്കും ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നീങ്ങുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത് ദിലീപിന്റെ അറസ്റ്റ് കൊണ്ട് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകില്ല. ദിലീപുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ഒത്താശകൾ ചെയ്ത എല്ലാവരിലേക്കും ഇതിന്റെ അന്വേഷണം നീങ്ങുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബിനിൽ, പോലീസ് ഉദ്യോഗസ്ഥർ, ഈ അന്വേഷണ സംഘത്തിലെ പ്രമുഖർ മാധ്യമങ്ങളെ കാണുകയും ഈ വാർത്ത സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്ന സാഹചര്യമുണ്ടോ? അന്വേഷണ സംഘം ഇതുവരെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. ഈ കേസിന്റെ തുടക്കം മുതൽ ഒരു രഹസ്യാത്മകത പോലീസ് സൂക്ഷിച്ചിരുന്നു. ആ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ കേസിന്റെ ഇപ്പോഴത്തെ അറസ്റ്റ് അടക്കമുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചത്. ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്തത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു. നേരത്തെ ആലുവ പോലീസ് ക്ലബിലേക്കായിരുന്നു ദിലീപിനെ ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയെങ്കിൽ പോലീസ് ക്ലബ് ഒഴിവാക്കി തന്നെയായിരുന്നു ചോദ്യം ചെയ്തത്. കാരണം ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ പോലീസ് വിളിപ്പിച്ചാൽ അത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അറസ്റ്റ് വിവരം പുറത്തൊരിക്കലും പോകരുതെന്ന് കൃത്യമാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഈ കേസിന്റെ തുടക്കം മുതൽ സൂക്ഷിച്ചിരുന്ന രഹസ്യാത്മകത അതേപടി ഇപ്പോഴും പോലീസ് നിലനിർത്തുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണങ്ങൾക്കൊന്നും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. അതേസമയം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിശദാംശങ്ങൾ പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതില്ലെങ്കിൽ നാളെ അക്കാര്യത്തിൽ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ദിലീപ് ഈ കേസിൽ എങ്ങനെ ഉൾപ്പെട്ടു, ദിലീപിനെതിരെ നിലനിൽക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഗൂഢാലോചനയാണ് പോലീസ് തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലടക്കം ചില കാര്യങ്ങൾ പോലീസിന് വെളിപ്പെടുത്തേണ്ടി വരും. എന്തായാലും സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ